നമസ്കാരം. നെഹ്റു കുടുംബത്തിന് ഒട്ടേറെ വൈകാരികതയുള്ള ഒരു മണ്ഡലമാണ് അമേഠി. രാജീവ് ഗാന്ധിയും സോണിയയും രാഹുൽ ഗാന്ധിയുമൊക്കെ പലവട്ടം ജയിച്ചു കയറിയ മണ്ണാണ്. എന്നാൽ 2019 തെരഞ്ഞെടുപ്പിൽ അമേഠി നെഹ്റു കുടുംബത്തെ കൈയൊഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ മലർത്തിയടിച്ചത് BJPയുടെ സ്മൃതി ഇറാനി എന്ന വനിതാ നേതാവാണ്. അതിനുശേഷം 2024 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അമേഠിയിലേക്ക് നെഹ്റു കുടുംബത്തിലെ ആരെങ്കിലും മത്സരത്തിനെത്തുമോ എന്നുള്ള ആശങ്കയും അത്തരത്തിലുള്ള ഒരു അഭ്യൂഹവുമൊക്കെ നിലനിൽക്കെ കഴിഞ്ഞ ദിവസം അവസാന നിമിഷം വരെ അവിടേക്ക് ആരാണ് മത്സരിക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു സൂചനയും സോണിയാഗാന്ധിയോ കോൺഗ്രസോ നൽകിയിരുന്നില്ല. എന്നാൽ അവസാന നിമിഷം സോണിയാഗാന്ധിയുടെ പ്രഖ്യാപനമുണ്ടായി. അവിടേക്ക് തങ്ങളുടെ മാനേജർ കൂടിയായ KL ശർമ്മയായിരിക്കും മത്സരിക്കുക എന്നതായിരുന്നു സോണിയാഗാന്ധി സൂചിപ്പിച്ചത്. നെഹ്റു കുടുംബത്തിൻ്റെ അവരുടെ കുടുംബാംഗങ്ങളോട് പോലെ തന്നെയാണ് KL ശർമ്മ, അവരുടെ മാനേജറായ KL ശർമ്മ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ നെഹ്റു കുടുംബത്തിൽ നിന്നും അവരുടെ മാനേജറാണ് ഇത്തവണ അമേഠിയിലേക്ക് മത്സരത്തിനായി എത്തുന്നത്. സിറ്റിംഗ് MP ആയ സ്മൃതി ഇറാനി തന്നെ BJPക്ക് വേണ്ടി അവിടെ പോരാടാൻ ഇറങ്ങുകയും ചെയ്യും. ഈ അമേഠി പോലെ തന്നെ കോൺഗ്രസിനും നെഹ്റു കുടുംബത്തിനും വളരെ വൈകാരികതയുള്ള ഒരു മണ്ണാണ്. സോണിയാഗാന്ധിയെ പലതവണ വിജയിപ്പിച്ച മണ്ണാണ് റായ്ബറേലി. അവിടെയും ആരാണ് മത്സരത്തിനെത്തുക, നെഹ്റു കുടുംബത്തിൽ നിന്നും ആരെങ്കിലും മത്സരത്തിനെത്തുമോ എന്നുള്ള ഒരു ആശങ്കയും അഭ്യൂഹവും ഒക്കെ അവസാന നിമിഷം വരെ നിലനിന്നിരുന്നു. പ്രിയങ്ക ചിലപ്പോൾ എത്തിയേക്കും, അതല്ല റോബർട്ട് വധേര ചിലപ്പോൾ എത്തിയേക്കും, ഇനി രാഹുൽ ഗാന്ധി തന്നെ അവിടേക്ക് മത്സരിക്കാൻ എത്തുമെന്നൊക്കെയുള്ള ആശങ്കകൾ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നുവെങ്കിലും അവസാന നിമിഷമാണ് സോണിയാഗാന്ധി മനസ്സ് തുറന്നത്. അവിടെ തൻ്റെ പിൻഗാമിയായി രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും എന്ന് സോണിയാഗാന്ധി അറിയിക്കുകയായിരുന്നു. റായ്ബറേലിയിലും അദ്ദേഹം മത്സരാർത്ഥിയായി എത്തുമ്പോൾ വയനാട്ടിൽ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞ ഉടൻ തന്നെയാണ് റായ്ബറേലിയിലേക്കും എത്തുന്നത്. റായ്ബറേലിയിലും വയനാട്ടിലും ഒരുപോലെ വിജയിച്ച് കയറിയാൽ ഏതു മണ്ഡലത്തെയാണ് നിലനിർത്തുക, ഏതു മണ്ഡലത്തെയാണ് കൈയൊഴിയുക എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും മലയാളികൾക്കിടയിലുമൊക്കെ വലിയ ആശങ്കയുണ്ട്. ഉത്തരേന്ത്യൻ ഹൃദയഭൂമിയായ റായ്ബറേലിയിൽ അദ്ദേഹം ജയിച്ചു കയറിയാൽ തീർച്ചയായും ഉത്തരേന്ത്യ നിലനിർത്താനാവും രാഹുൽ ഗാന്ധി കൂടുതൽ ശ്രമിക്കുകയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അങ്ങനെയെങ്കിൽ വയനാട്ടിൽ ആരാകും അടുത്ത മത്സരാർത്ഥി? അതിനും കോൺഗ്രസിന് വ്യക്തമായ ഉത്തരം ഇപ്പോൾ തന്നെയുണ്ട്. അവിടേക്ക് കോൺഗ്രസിൻ്റെ നെഹ്റു കുടുംബത്തിൻ്റെയൊക്കെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് വലിയൊരു പോരാട്ടം കേരള മണ്ണിലേക്ക് പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ തന്നെ ജീവിതത്തിലെ ആദ്യ മത്സരമായി അത് മാറ്റപ്പെടാം. അതുകൊണ്ട് തന്നെ അത് കേരളത്തിലെ മണ്ണിൽ വയനാടുകാരോടുള്ള വികാര പ്രകടനം കൂടിയാകും നെഹ്റു കുടുംബം കാഴ്ചവെക്കുക. രണ്ട് മണ്ഡലത്തിൽ റായ്ബറേലിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി ജയിച്ചാൽ തീർച്ചയായും പ്രിയങ്കയെ വയനാട്ടിലേക്ക് എത്തിക്കുമെന്ന സൂചനകൾ സോണിയാഗാന്ധിയും രാഹുലുമൊക്കെ നൽകിയിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയങ്ക ഗാന്ധി തൻ്റെ കന്നി മത്സരം കേരളത്തിലെ വയനാട്ടിൽ തന്നെയാകും വയനാട്ടിലേക്ക് തന്നെയാകും എത്തുക എന്നതിൽ ഇപ്പോൾ ഏകദേശം ധാരണയായിക്കഴിഞ്ഞു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനയും.